ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം മഴക്കാലമാണല്ലേ? മഴക്കാലം എന്ന് വെച്ചാൽ എപ്പോഴും മഴയായിട്ട് എപ്പോഴും. ഞാൻ വെളിയിലൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയായിരുന്നു. മഴക്കാലത്ത് ഞങ്ങൾ പത്തനംതിട്ടയിലാണ് മഴക്കാലമൊക്കെ തുടങ്ങുമ്പോൾ നല്ല തണുപ്പ് തുടങ്ങും. നോർമൽ ബെഡ്ഷീറ്റ്സൊക്കെ ഞാൻ മാറ്റിയിട്ട് നല്ല കട്ടിയുള്ള കമ്പിളി പുതപ്പുകളല്ല, എന്നാലും കുറച്ച് കട്ടിയുള്ള ക്വിൽറ്റുകളുണ്ടല്ലോ, അതെല്ലാം കുട്ടികളുടെ ബെഡ്റൂമിലും ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിലും ഒന്ന് മാറ്റിയിടാം. അത് നമ്മൾ ഒന്നാമത്തെ വൈകുന്നേരമൊക്കെ നല്ല തണുപ്പ് തുടങ്ങും. അപ്പോൾ അതൊക്കെ ഞാനൊന്നും ചേഞ്ച് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. മാസ്റ്റർ ബെഡ്റൂമിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിൽ ഇച്ചിരി കട്ടിയുള്ള ക്വിൽറ്റാണ് ഇട്ടത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നോർമൽ ബെഡ്ഷീറ്റ് ഫാനും വേണം, എന്നാലും ഇത്തിരി തണുപ്പോടുണ്ട്. അപ്പം നോർമൽ ബെഡ്ഷീറ്റ് ഇട്ടാൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തണുക്കും. നമുക്ക് ക്വിൽറ്റാകുമ്പോൾ ഇച്ചിരി കട്ടി കാണും. അപ്പോൾ അതാകുമ്പോൾ നല്ല വിരിക്കാനും അത്യാവശ്യം തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ ഈ ക്വിൽറ്റിൽ നിന്ന് നമുക്ക് സഹായിക്കും. അപ്പോൾ അതൊക്കെ ഓൾറെഡി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അലമാരയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യം ഞാനൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരിതാണ്, അസുഖങ്ങളുടെയും ഒക്കെ ഒരു സമയമാണ്. അപ്പം നമ്മൾ ഇച്ചിരി ഒന്ന് കൂടുതൽ ആരോഗ്യത്തിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കുകയൊക്കെ വേണം അല്ലേ? ഒത്തിരി തണുപ്പ് നമ്മുടെ ടൈലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ സോക്സൊക്കെ ഇട്ട് നമ്മൾ എന്നാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഞാനൊന്ന് ബാൽക്കണിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഈ മഴക്കാലത്ത് വേറെ പ്രോബ്ലം എന്താണ്? തുണി ഉണങ്ങുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ നല്ല വെയിലത്തിടണമല്ലോ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ എൻ്റെ ഷീറ്റിനടിയിലാണ് ഇട്ടത്. പക്ഷെ തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല. എല്ലാം ഒന്ന് കുടഞ്ഞു വിരിച്ച് ഒന്നുകൂടെയൊക്കെ ഇട്ടതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തുണി ഉണക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാലും അത്യാവശ്യം കുറേശ്ശെ നമുക്ക് ഒരു രണ്ട് ദിവസം കഴുകാൻ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ടെറസിലോട്ടൊക്കെ ഇറങ്ങിയാണ്. എല്ലായിടത്തും പായലും ഒക്കെ ആയി. ഇനി അതെല്ലാം മഴക്കാലം എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. ഓൾറെഡി ക്ലീനാണ്, വേസ്റ്റ് ഒന്നുമില്ല. എന്നാൽ ഈ പായലിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് മാറ്റി. രണ്ടാമത്തെ, ഈ മഴക്കാലത്ത് നമ്മളെല്ലാ ഡോറിൻ്റെ അവിടെയും നമുക്കൊരു ചവിട്ടും മാറ്റ് ഇടണം കേട്ടോ. കൂടാതെ നമ്മൾ പുറത്ത് ഇറങ്ങാൻ വേണ്ടി പ്രത്യേകം സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യണം. ആ സ്ലിപ്പേഴ്സ് നമ്മൾ അകത്ത് ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ കുറച്ച് തുണികൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-3 ദിവസമൊക്കെ എടുക്കും കുറച്ച് തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ. അപ്പം ഞാൻ ആ ഉണങ്ങിയ തുണികളെല്ലാം ഒന്ന് മടക്കി അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം ഉണങ്ങി അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വെയിലൊക്കെ കിട്ടുമല്ലോ. ആ സമയത്ത് ഈ ഉണങ്ങിയ തുണി ആയാലും ഞാൻ മുറ്റത്തൊക്കെ ഇട്ട് നല്ലോണം വെയിലടുപ്പിച്ചിട്ടാണ് അലമാരയിലോട്ട് മാറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ മുഷിഞ്ഞ ഒരു നാറ്റം കാണും നമ്മുടെ ഈ മുറികളിലും ഒക്കെ, അല്ലെങ്കിൽ മഴക്കാലത്തുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുറികളിലൊക്കെ എല്ലാ വീട്ടിലും ഉള്ള മഴക്കാലത്തൊരു സ്മെല്ല് കാണും അല്ലേ? നമ്മൾ ഈ മുഷിയുന്ന സ്മെല്ലും മഴയുടെ ഇതുമൊക്കെ കാണാം. അപ്പം ഈ ആയുർവേദ കടയിലൊക്കെ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞൊരു പൊടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് എല്ലാ മുറികളിലൊന്ന് പുകയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത്യാവശ്യം രോഗാണുക്കളും ഒക്കെ അങ്ങ് പോയി കിട്ടുകയും ചെയ്യും. മുറികളിലൊക്കെ നല്ല മണവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് മഴക്കാലത്ത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു റുട്ടീനാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല. എല്ലായിടത്തും വൃത്തിയായിട്ട് സൂക്ഷിക്കും. പിന്നെ മഴക്കാലത്ത് ഇച്ചിരി കൂടുതലുള്ളത് കാപ്പി കുടി കൂടുതലായിരിക്കും അല്ലേ? നമുക്കെല്ലാവർക്കും ചൂടോടെ ഒരു കാപ്പിയെ കുടിച്ച് ചുമ്മാ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ ഇച്ചിരി കാപ്പിയൊക്കെ നല്ല ചൂടായിട്ട് നമ്മൾ തൊണ്ടയൊക്കെ ചൂടായിട്ടിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്നാലും വെറും ചൂടുവെള്ളം കുടിക്കുന്നതിന് നല്ലതിനേക്കാളും നമുക്ക് ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കുന്നതായിരിക്കും നല്ലതല്ലേ? ഓക്കെ, താങ്ക് യു.